താനൂർ ബോട്ട് അപകടത്തിൽ മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ പരാതിക്കെതിരെ മന്ത്രി വി അബ്ദുറഹ്മാൻ മറ്റൊരു പണിയുമില്ലാത്തതുകൊണ്ടാണ് ലീഗ് ഇത്തരം പരാതി ഉന്നയിക്കുന്നത്. സംഭവത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. 22 പേരുടെ മരണത്തിനിടയാക്കിയ താനൂർ ബോട്ട് ദുരന്തത്തിൽ മന്ത്രിമാരുടെ പങ്ക് അന്വേഷിക്കണമെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ ആവശ്യം. ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ മുൻപാകെ ലീഗ് താനൂർ നിയോജക മണ്ഡല കമ്മിറ്റി നൽകിയ ഈ പരാതിക്കെതിരെയാണ് സ്ഥലം MLA കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ രംഗത്തെത്തിയത്. താനൂർ ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ മുൻപാകെ മുസ്ലിം ലീഗിന്റെ മണ്ഡലം കമ്മിറ്റി ഒരു പരാതി നൽകിയത് മന്ത്രിമാർക്കെതിരെ നടപടി വേണം, അതുപോലെ നഷ്ടപരിഹാര തുക 1 കോടി നൽകണമെന്നാണ്. അത് എങ്ങനെയാണ്? മുസ്ലിം ലീഗിന് ഇപ്പോൾ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അതവർ പറഞ്ഞോട്ടെ, നടപടി അവരെടുത്തോട്ടെ. എല്ലാ തരത്തിലുള്ള നടപടിയും ആ വിഷയത്തിൽ സ്വീകരിച്ചു. അവര് ഈ കാര്യങ്ങളിൽ ഗവൺമെന്റ് എടുത്ത നടപടികൾ കൃത്യമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ. പിന്നെ മുസ്ലിം ലീഗ് നടപടി എടുക്കുകയാണല്ലോ, അത് കുറേ കാലമായി ഞാൻ കാണൽ തുടങ്ങിയിട്ട്, അത് അവരോട് എടുക്കാൻ പറയും. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, വി അബ്ദുറഹ്മാൻ എന്നിവർക്കെതിരെ നടപടി വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ നിയമവിരുദ്ധമായി സർവീസ് നടത്തിയിരുന്ന ബോട്ടിനെതിരെ നാട്ടുകാർ നേരത്തെ മന്ത്രിമാർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ബോട്ടിനെതിരെ അന്ന് മന്ത്രിമാർ നടപടി സ്വീകരിക്കാതിരുന്നത് അപകടത്തിന്റെ മറ്റൊരു കാരണമായെന്നാണ് മുസ്ലിം ലീഗിന്റെ ആരോപണം. കേസിൽ അധികം വൈകാതെ ജസ്റ്റിസ് മോഹനൻ കമ്മീഷൻ തെളിവെടുപ്പ് തുടങ്ങും. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുവൂരിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ P. അക്ബർ ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.